ഈ ഒരു കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട പക്ഷേ സംഭവിച്ചുകൂടായില്ലാത്ത സംഭവങ്ങൾ അതെ സംഭവിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ സ്റ്റോറി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്റ്റോറിയാണ്. ഇനി വരും കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളായാലും ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പം എല്ലാവരും, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എത്രത്തോളാണ്, അതേമാതിരി ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനിയും വരുന്ന തലമുറ മനസ്സിലാക്കേണ്ട ഒരു സ്റ്റോറിയാണ്. കറക്റ്റായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സ്റ്റോറി തന്നെയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. മഹേഷ് നാരായണൻ മൂവി, മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ ഒക്കെ ഇവര് അയിഞ്ഞാടുമെന്ന് പ്രതീക്ഷിച്ച പാട്രിയോട്ട് ഫിലിം ഫസ്റ്റ് ഷോ തന്നെ കണ്ട് അതിന് കറക്റ്റ് റിവ്യൂ ആണ് പറയാൻ പോണത്. എന്താ ഞങ്ങളുടെ അഭിപ്രായം അതെ. അതായത് ഞങ്ങൾ പോയ ടൈമിന് ഓവർ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. കാരണം മോഹൻലാല് മമ്മൂട്ടി ഒരുമിച്ച് വരില്ലേ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇവർ രണ്ടാരും ഒരേ ഫ്രെയിമിൽ വരികയാണ് രണ്ടുപേരും. അപ്പം അതിൻ്റെ ആ ഒരു ഇത് ഞങ്ങൾ ഓവർ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഓവർ ചെയ്ത് ആരും പോകണ്ട, ഒരു നോർമൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ പടം ഓക്കെ. പിന്നെ വൺ ടൈം വാച്ചബിൾ ആണ് അല്ലേ ഐശോ? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. നമ്മുടെ അഭിപ്രായത്തിൽ വൺ ടൈം വാച്ചാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സുഷിൻ ശ്യാമിന്റെ BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സുഷിന്റെ മറ്റൊരുപാട് ഇപ്പം ഭീഷ്മയിലൊക്കെ എടുത്തിട്ടുള്ള BGM കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രയൊന്നും പ്രതീക്ഷിക്കണ്ട. സുഷിന്റെ മ്യൂസിക് ഈ ഒരു പടത്തിനെ പറ്റിയ രീതിയിൽ സുഷിൻ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഉള്ളിൽ ആ ഒരു ഇതും കിട്ടുന്നുണ്ടല്ലോ, എന്താ പറയാ, നമ്മൾ ഈ ഭീഷ്മയിലൊക്കെ കണ്ട ആ സംഭവങ്ങളൊക്കെ ആ ഒരു BGM കാര്യങ്ങളൊന്നും അല്ല, പടത്തിന് പറ്റിയ ഒരു നോർമൽ മ്യൂസിക് കാര്യങ്ങളല്ലേ. പിന്നെ നമ്മൾ കണ്ട മനുഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള സുഷി ഇറക്കി വിട്ടിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് പടത്തിൽ കാര്യമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞു, മമ്മൂട്ടി മോഹൻലാൽ ഫ്രണ്ട്ഷിപ്പ് അത് കറക്റ്റായിട്ട് പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് വിചാരിച്ച പോലെ തന്നെ ആവശ്യമില്ല. പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹീറോ ആണ് ആരാണ് എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് പക്ക മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി അഴിഞ്ഞാട്ട പടമാണ്. പിന്നെ മോഹൻലാൽ വരുന്നുണ്ട്. മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ അത് മോഹൻലാലിന്റെ രീതിയിലും നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ മോഹൻലാലിന്റെ പെർഫോമൻസ് അത്ര ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ മോഹൻലാലിന് ആ ഒരു രീതിയിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്രക്കും മാസമായിട്ട് കാണിച്ചിട്ടുണ്ട്, ഉഷാറായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഒരു ജൂനിയർ ഇവരെ രണ്ടാളെയും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, അത് വെച്ചിട്ട് അവരുടെ ഇടയിൽ ബോബനും കറക്റ്റ് അതിന്റെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിന്റെ അഭിനയം ഓലൊക്കെ ഫഹദ് ഫാസില്, മമ്മൂട്ടി, മോഹൻലാല്, പിന്നെ കുഞ്ചാക്കോ ബോബൻ ഇവരൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കിഡുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നയൻതാര. അപ്പോ എന്താ പറയാ, അപ്പം നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ, നമ്മൾ പടം കണ്ടിട്ടുള്ള ഒരു റിവ്യൂ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഓവർ പ്രതീക്ഷിച്ച് പോയി പടം കാണരുത്. പിന്നെ അതെ പിന്നെന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താന്ന് വെച്ചാല്, അല്ല എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, ഇതില് കുറച്ച് യൂട്യൂബേഴ്സിന് മുഖം കാണിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അല്ലേ അശ്യോ? കുറച്ച് യൂട്യൂബേഴ്സിന് നമ്മളെ മച്ചാനില്ലേ M4ടെക്, മൂപ്പർക്കൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതെ ആ ഒരു ടൈമില്. പിന്നെ ഒരു യൂട്യൂബർ ഞാൻ പറയോ കഥ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാല് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട സംഭവിച്ചുകൂടായില്ലാത്ത സംഭവങ്ങൾ അതെ സംഭവിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ സ്റ്റോറി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്റ്റോറിയാണ്. ഇനി വരും കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളായാലും ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പം എല്ലാവരും, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എത്രത്തോളാണ്, അതേമാതിരി ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനിയും വരുന്ന തലമുറ മനസ്സിലാക്കേണ്ട ഒരു സ്റ്റോറിയാണ്. കറക്റ്റായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സ്റ്റോറി തന്നെയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ
അല്ല ഈശോ ഫാമിലി ആയിട്ട് കണ്ട് മനസ്സിലാക്കേണ്ട അടിപൊളി സ്റ്റോറിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് നല്ലൊരു ഇത് കൊടുക്കാൻ പറ്റും അല്ലേ? നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഒരു ഫോണും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഈ പടത്തിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത് ആ ഒരു സ്റ്റോറിയാണ്, ഏറ്റവും എടുത്ത് പറയാനുള്ളത്. പിന്നെ അഭിനയം കാര്യങ്ങളൊക്കെ ഓക്കെ, നമ്മളിപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്ന സ്റ്റോറിയാണ്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ 1 ടൈം വാച്ച് ആണ്. പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഒരു ഇത്. ഇനി കണ്ടവരൊക്കെ നിങ്ങളെ അഭിപ്രായം പറയാം, കാണാത്തവര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഓക്കെ, ടിക്കറ്റ് എടുത്ത് കണ്ടോളൂ. ഏതായാലും നഷ്ടാവൂല, കാരണം ഇവരെ 4 പേരെ അയഞ്ഞാട്ടും ഇത് നയൻതാരയും കൂടി വരുന്നുണ്ട്. ഏതായാലും ടിക്കറ്റ് എടുത്ത് ഏതായാലും നഷ്ടാവൂല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കാണാം ഗൈസ്. ഓക്കെ, ബൈ.